തെളിവുകളില്ലാതെ ക്രൈസ്തവന് വധശിക്ഷ ചോദ്യം ചെയ്ത് യൂറോപ്യൻ യൂണിയൻ. വ്യാജ മതനിന്ദ കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞ 10 വർഷത്തോളം തടവിൽ കഴിയുന്ന സഫർ ഭട്ടി എന്ന 57-കാരനായ ക്രൈസ്തവ വിശ്വാസി ഇക്കഴിഞ്ഞ ജനുവരി 3-ന് റാവൽപിണ്ടി സെഷൻസ് കോടതി സഫർ ഭട്ടിക്ക് വധശിക്ഷ വിധിച്ചത് ലോക മനസാക്ഷി ഞെട്ടിച്ച വാർത്തയായിരുന്നു. ഒരു മൊബൈൽ വഴി മതനിന്ദാപരമായ സന്ദേശങ്ങൾ അയച്ചുവെന്ന ആരോപണമാണ് അദ്ദേഹത്തെ തടവിലാക്കിയത്. എന്നാൽ മൊബൈലിന്റെ സിം കാർഡ് പോലും അദ്ദേഹത്തിന്റെ പേരിലല്ല എന്നതാണ് വാസ്തവം. കസാല ഖാൻ എന്ന മുസ്ലിം വനിതയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നമ്പറിൽ നിന്നും അയക്കപ്പെട്ട സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ വേണ്ടത്ര അഭാവത്തിലും സഫറിനെ ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. ജയിലിൽ സഫറിന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് മോചിതനാകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന് വിസമ്മതിച്ച അദ്ദേഹത്തെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ ഏഷ്യാന്യൂസിനോട് പറയുകയുണ്ടായി. അതേസമയം സഫറിന്റെ വധശിക്ഷയെ വിമർശിച്ച് യൂറോപ്യൻ യൂണിയനും ഫിൻലാൻഡും പാകിസ്ഥാൻ ഭരണകൂടത്തിന് കത്തയച്ചിരിക്കുകയാണ്. വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം അനുവദിക്കുമോ എന്നും 10 വർഷം തടവ് ശിക്ഷ നൽകിയ ഒരാൾക്ക് ഇനി വധശിക്ഷ കൂടി നൽകുന്നത് അന്യായമല്ലേ എന്നെല്ലാമാണ് കത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ. അതുതന്നെയാണ് നീതിയും സത്യവും മുറുകെ പിടിക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് മുഴുവൻ ചോദിക്കാനുള്ളതും.